15 വയസ്സിന്റെ മുമ്പ് മതം പഠിച്ചു നിർത്തുന്ന കുട്ടികളാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷവും. പേരിനൊരു മദ്രസ പഠനം മാത്രം. നമ്മൾ നല്ല കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്, ലക്ഷങ്ങളുടെ കെട്ടിടം, അതിനുവേണ്ടി വലിയ ഇൻവെസ്റ്റ്മെന്റ്. അത് രാവിലെ മുതൽ ഒരു 9 മണി വരെ വർക്ക് ചെയ്ത് പിന്നെ അടച്ചിടുന്ന ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് സംവിധാനം, ചത്ത നിക്ഷേപം എന്ന് പറയാൻ വലിയ കോടികളുടെ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ഒരു കെട്ടിടം രാവിലെ 2 മണിക്കൂർ മാത്രം ഉപയോഗിച്ച് ചില സ്ഥലത്ത് മാത്രം രാത്രി 2 മണിക്കൂർ ഉപയോഗിക്കും, ബാക്കി മുഴുവൻ അത് വെറുതെ കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് കെട്ടിട സമുച്ചയങ്ങൾ നമുക്കുണ്ട്. ആ കെട്ടിട സമുച്ചയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഈ കെട്ടിടങ്ങൾ കേവലം ഈ സമയത്ത് മാത്രം പ്രവർത്തിക്കുമ്പോൾ 100 കുട്ടികൾ മദ്രസയിൽ വന്ന് ചേരുന്നുവെങ്കിൽ അതിൽ 50 കുട്ടികളും 5ാം ക്ലാസ്സിൽ വെച്ച് നിർത്തുന്നു. 7ാം ക്ലാസ്സിലേക്ക് അതിന്റെ പകുതി മാത്രം എത്തുന്നു. 8, 9, 10, 20% കുട്ടികൾ മാത്രം എത്തുന്നു. 100 കുട്ടി 1ാം ക്ലാസ്സിലുണ്ടെങ്കിൽ 20 കുട്ടികൾ മാത്രമേ 10ാം ക്ലാസ്സിൽ ഉണ്ടാവൂ. നിങ്ങളൊക്കെ മദ്രസയുടെ ഭാരവാഹികളാണ്. പ്രിയപ്പെട്ട മുഅല്ലിം സഹോദരങ്ങൾ പലരും മദ്രസ നടത്തുന്നവരാണ്. നിങ്ങളുടെ മദ്രസയിലെ കണക്ക് നിങ്ങൾ കൃത്യമായി പരിശോധിച്ച് നോക്കൂ. 90% മദ്രസകളിലും ഇതാണ് അവസ്ഥ. മെച്ചുറാകുന്ന സമയത്ത്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ റഷീദായി ബുലുവാകുന്ന സമയത്ത് കുട്ടികൾ മതം പഠിക്കുന്നില്ല. അവർ കേവലം ഭൗതികതയിലേക്ക് മാത്രം പോവുകയാണ്. ഈ ഒരു മാറ്റം നമ്മുടെ കുട്ടികളിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. അവിടെ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 15 വയസ്സിന്റെ മുമ്പ് അഥവാ മദ്രസയിൽ ഒരു 5 അല്ലെങ്കിൽ 7 കഴിഞ്ഞ് കുട്ടി പിന്നെ പോകുമ്പോൾ ആ കുട്ടി കേവലം ഭൗതിക വിദ്യ മാത്രമാണ് പഠിക്കുന്നത്. മുമ്പുള്ള സാഹചര്യത്തിൽ നിന്നും ഇന്ന് കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, കുട്ടികൾ നിരീശ്വരത്വത്തിലേക്കും നിർമ്മതവാദത്തിലേക്കും അതുപോലെ LGBT സംസ്കാരത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, NSSന്റെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുക. റെസിഡൻഷ്യൽ ക്യാമ്പ്, നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ ക്യാമ്പുകൾ നിങ്ങൾ സ്കൂളിൽ പോയി നോക്കൂ. ഈ ക്യാമ്പിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അതിൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി ഇവരുടെ റെസിഡൻഷ്യൽ ക്യാമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മൊഡ്യൂൾ ഒരു പ്രിയപ്പെട്ട അധ്യാപക സംഘടനാ പ്രതിനിധി കാണിച്ചു തന്നു. അദ്ദേഹം ഈ മൊഡ്യൂൾ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്തയാളാണ്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കൂ. കൃത്യമായി വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങൾക്കത് കിട്ടും, നെറ്റിൽ കിട്ടും. അതല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ NSS ക്യാമ്പിൽ ക്ലാസ് എടുക്കുന്നവനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകും. LGBT എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ട എന്ന് മാത്രമല്ല ലോകം തള്ളിക്കളഞ്ഞ വൃത്തികെട്ട ഏർപ്പാട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് ലെസ്ബിയൻ, ഗേ എന്നൊക്കെ പറയുന്ന, സ്ത്രീക്ക് സ്ത്രീ മതി, പുരുഷന് പുരുഷൻ മതി എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരൊക്കെ ശക്തമായി എതിർത്ത സ്വവർഗബോധം വരെ പഠിപ്പിക്കുന്ന, സ്വവർഗരതി പഠിപ്പിക്കുന്ന, ഇസ്ലാം പറഞ്ഞ എന്ന് പറഞ്ഞില്ലേ, സ്ത്രീക്ക് സ്ത്രീ മതി എന്നും പുരുഷന് പുരുഷൻ മതി എന്നുമുള്ള ഈ വൃത്തികെട്ട സംസ്കാരം ലോകാന്ത്യത്തിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത് NSSന്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്താണ് ഇതിന്റെ ആവശ്യം? നാഷണൽ സർവീസ് സ്കീമിലെ കുട്ടികൾക്ക് മുമ്പും റെസിഡൻഷ്യൽ ക്യാമ്പ് ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ക്ലാസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുള്ള എന്താ? സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പൊതുവിജ്ഞാനങ്ങൾ, രാഷ്ട്രസേവന പ്രക്രിയകൾ. അവർ റോഡ് നിർമ്മിക്കും, അവര് അതുപോലെ തന്നെ വനം വെട്ടിത്തെളിയിക്കും, അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യും. സോഷ്യൽ കമ്മിറ്റ്മെന്റ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ് NSSന്റെ മുഖ്യ ലക്ഷ്യം. അതിന് ഗ്രേസ് മാർക്ക് കൊടുത്തുകൊണ്ട് കുട്ടികളെ ഡിഗ്രിക്കാണെങ്കിലും PGക്കാണെങ്കിലും അതിന്റെ താഴെയാണെങ്കിലും സജ്ജമാക്കുന്ന പ്രക്രിയയാണത്. ഈ പ്രക്രിയക്ക് ഇപ്പോൾ ഈ കുട്ടികളെ ഈ LGBT സംസ്കാരം പഠിപ്പിക്കേണ്ട കാര്യം എന്താ? ഈ ലൈംഗികത പഠിപ്പിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങളതിന്റെ മൊഡ്യൂൾ ഒന്ന് നോക്കൂ. അതിന്റെ ചിത്രം വരെ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ തുറന്നു പിടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തനിവൃത്തികളാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുട്ടിയെ നമ്മൾ വിദ്യാഭ്യാസം നേടാൻ എന്തിനാ പറഞ്ഞയക്കുന്നത്? സംസ്കാരം നേടാൻ, കൾച്ചർ ഉണ്ടാവാൻ. ഈ LGBT കൾച്ചറാണോ നമ്മുടെ സമൂഹത്തിന് വേണ്ടത്? എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കെട്ട വൃത്തികെട്ട സംസ്കാരം വളർത്തിയെടുക്കുക. ആണും പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, രണ്ടും ഒന്നാണ് എന്ന തരത്തിൽ എല്ലാം ഇടകലർന്ന് ചെയ്യുന്ന ഒരു പ്രവർത്തനം നമ്മുടെ കുട്ടികൾക്ക് വളർത്തിക്കൊണ്ടുവന്ന് നാണം എന്ന് പറയുന്ന ഒന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ കൃത്യമായി പറഞ്ഞൊരു വാക്കുണ്ട്, ഇദാലൻ തസ്തഹി ഫസ്ന മാ ശിഅത. നാണം എന്ന ഒന്ന് നിനക്കില്ലെങ്കിൽ എന്തും നിനക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്ത് തോന്യാസവുമാകാം എന്നാണ് അതിന്റെ കൃത്യമായ വിവരണം. ആ ഒരു തലത്തിലേക്ക് ധാർമ്മിക അധപ്പതനത്തിന്റെ നാന്ദി കുറിക്കുന്ന പ്രവർത്തനം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നിർബന്ധിക്കുന്ന മൊഡ്യൂളുകൾ ഇത്തരം ക്ലാസ്സുകളിൽ കൊണ്ടുവരുന്ന കാലത്താണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്.
അതൊന്നും ഒരുപക്ഷെ ഇനി നമ്മൾ തടഞ്ഞാൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ത് വൃത്തികേടിനെയും അനുകൂലിക്കുന്ന ഒരു സമൂഹം വളർന്നു വരികയാണ്. അതിന് പിൻബലം കൊടുക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നുവെന്ന് മാത്രമല്ല, ഭരണകൂട പിൻബലം വരെ അതിനുണ്ടാകുന്ന കാലഘട്ടമാണ്. എല്ലാ മതങ്ങളും എതിർക്കുന്ന കാര്യമാണത്. ഹിന്ദുമതവും ക്രിസ്തുമതവും ബുദ്ധമതവും ജൈനമതവും ഇസ്ലാം മതവും ഒക്കെ എതിർക്കുന്ന കാര്യമാണത്. ഓരോ മതത്തിനും സ്ത്രീ പുരുഷ സങ്കലനത്തിന്റെ പരിധിയും അതിർവരമ്പുമുണ്ട്. മതങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ മതങ്ങളുടെ ചട്ടങ്ങളും ചിട്ടകളും പൊട്ടിച്ചെറിയണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ നിരീശ്വരത്വത്തിന്റെ ബേസിൽ പഠിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, അതാണ് നമ്മുടെ സമൂഹത്തിൽ ഈ അപകടം ഉണ്ടാക്കുന്നത്. ആ അപകടത്തെ നമ്മൾ നേരിടേണ്ടത് അതിന്റെ ഭാഷയിലല്ല, മറിച്ച് നമ്മുടെ കുട്ടികളെ നമ്മൾ സജ്ജമാക്കിക്കൊണ്ടാണ്. നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് അത്തരം പ്രവർത്തനത്തിൽ പോകാതിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. പോകാതിരിക്കണമെങ്കിൽ ആ കുട്ടികൾക്ക് ദീൻ പഠിപ്പിക്കണം. നമ്മൾ ഇന്ന് ദീൻ പഠിപ്പിക്കുന്നതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ ബഹുഭൂരിപക്ഷത്തെയും 5ാം ക്ലാസ്സിൽ പഠനം നിർത്തുന്നു? എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ 7ാം ക്ലാസ്സിൽ പഠനം നിർത്തുന്നു? ഇതേക്കുറിച്ചൊരു കൃത്യമായ കാനേഷുമാരി നിങ്ങൾ നടത്തി നോക്ക്, ഒരു സർവേ നടത്തി നോക്ക്. ഒട്ടുമിക്ക മദ്രസകളിലും അങ്ങനെ തന്നെയാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾ ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളിൽ പകുതി മാത്രമേ 5ന്റെ മുകളിലേക്ക് പോകുന്നുള്ളൂ. 7ന്റെ മുകളിലേക്ക് അതിന്റെ ഒരു 20% മാത്രമേ പോകുന്നുള്ളൂ. അപൂർവം ചില മദ്രസകളിലൊക്കെ മാറ്റമുണ്ടാകാം. ഒരു കോമൺ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നെങ്കിൽ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി ചുരുങ്ങിയതൊരു 10ാം തരം വരെയെങ്കിലും മദ്രസ തുറന്നു പഠിക്കണം. അതല്ല, അതിനിടയ്ക്ക് ആ കുട്ടി ഡ്രോപ്പ് ഔട്ടായി പോവുകയാണെങ്കിൽ എങ്ങോട്ട് പോയി എന്നൊരു കൃത്യമായ കണക്ക് നമ്മൾ എടുക്കണം. ആ കുട്ടി പോകുന്ന ഒരു നല്ല ദർസിലേക്ക്, 2 വിദ്യാഭ്യാസമുള്ള ഒരു ദർസ്, ചില ദർസുകളുണ്ട്. ആ ദർസുകളിൽ മതവും പഠിക്കാം, ആ കുട്ടിക്ക് ഭൗതിക വിദ്യാഭ്യാസവുമാകാം, ഡിഗ്രിയും PGയും ഒക്കെ നേടിക്കൊടുക്കുന്ന നല്ല ദർസുകൾ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള റെപ്യൂട്ടഡ് ദർസുകൾ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. നല്ല മുദരിസുമാര്, നല്ല അധ്യാപകരെ വെച്ച് അവിടെ തന്നെ പഠിപ്പിച്ചു കൊടുത്ത് രണ്ടും കൈകാര്യം ചെയ്യുന്ന ദർസുകളുണ്ട്. കുഴപ്പമില്ല, ആ കുട്ടി പോയത് ഒരു നന്മയിലേക്കാണ്, നമുക്ക് സമാധാനിക്കാം. അതല്ലെങ്കിൽ ദാറുൽ പോലുള്ള സ്ഥാപനത്തിലേക്ക്, അതല്ലെങ്കിൽ തത്തുല്യമായ ഏതെങ്കിലും മതഭൗതിക സമന്വയ സിലബസ് ഉള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് നമ്മുടെ കുട്ടി പോയതെങ്കിൽ സന്തോഷത്തോടെ നമുക്കത് ഉറപ്പിക്കാം. പക്ഷെ അവിടെയും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പെൺകുട്ടികൾക്ക് അവിടെ ചാൻസ് കുറവാണ്. കുറച്ച് സ്ഥാപനങ്ങളെ പെൺകുട്ടികൾക്ക് അങ്ങനെ പഠിക്കാനുള്ളതും ചെറുപ്പകാലത്ത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഈ രംഗത്ത് പുറന്തള്ളപ്പെടുകയാണ്. അവർക്ക് പിന്നെ മതം പഠിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താതിരുന്നാൽ നമ്മുടെ പെൺകുട്ടികളുടെ കുടുംബജീവിതം പലപ്പോഴും പരാജയപ്പെടുകയാണ്. നല്ല മതബോധമില്ലാത്തൊരു കുട്ടി വളർന്നു വരുമ്പോൾ അവർ ഭൗതികതയിൽ ലയിച്ചു ചേർന്ന് ഈ LGBT സംസ്കാരമൊക്കെ കേട്ടും പഠിച്ചും നാണം കുറഞ്ഞും സമൂഹത്തിൽ അവൾ വളർന്നു വരുമ്പോൾ അവൾ ഏതെങ്കിലും ഒരു അന്യമതസ്ഥന്റെ കൂടെ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയി എങ്കിൽ, ഒരുപക്ഷെ പിതാവിന്റെ സാമ്പത്തിക നില കുറച്ച് കുറവാണെങ്കിൽ, അവരുടെ മൂത്തതും അതിലപ്പുറവുമുള്ള കുട്ടി വിവാഹ കമ്പോളത്തിൽ മുരടിച്ചു നിൽക്കുന്നുവെങ്കിൽ, എന്നെയും വിവാഹം കഴിച്ചേക്കാൻ എൻ്റെ പിതാവിന് കഴിയില്ല എന്നൊരു തോന്നലും കൂടി ആ കുട്ടിയുടെ ഉള്ളിൽ വന്നാൽ, ആരെങ്കിലും കൈമാടി വിളിച്ചാൽ ഈ കുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ അതിന്റെ പേരിൽ ബഹളം വെച്ചിട്ടും കുഴപ്പമുണ്ടാക്കിയിട്ടും മാത്രം കാര്യമില്ല. അതിനെതിരെ നമ്മൾ ഉറഞ്ഞു തുള്ളിയിട്ട് മാത്രം മതിയാവില്ല. ഈ കുട്ടി എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നതിന്റെ ഒരു കാരണം സാമ്പത്തികമാണെങ്കിൽ, മൂല കാരണം കുട്ടിക്ക് മതബോധമില്ലായ്മയാണ്. ആ കുട്ടി വെറും 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. ഈ സാമൂഹ്യ ദുരന്തത്തിനെതിരെ മദ്രസ മാനേജ്മെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നല്ലൊരു ബോധവൽക്കരണം താഴെ തട്ടിൽ കൊടുത്തിട്ട് ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ ചേർന്നാൽ നിർബന്ധമായും ആ കുട്ടി 10ാം ക്ലാസ് വരെ എത്തുന്ന തലം അത് നമ്മൾ ഉറപ്പുവരുത്തണം. കുട്ടി ഡ്രോപ്പ് ഔട്ട് ആകാൻ പാടില്ല. രക്ഷിതാക്കളുടെ യോഗം വിളിച്ച് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് രക്ഷിതാക്കൾ അതിനെ സജ്ജരാക്കണം. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, 1020 മദ്രസകളാണ് കോഴിക്കോട് ജില്ലയുടെ പരിധിയിലുള്ളത്. അതിൽ 4300 മുഅല്ലിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല 1,38,000 വിദ്യാർത്ഥികളുണ്ട് എന്നാണ് ഔദ്യോഗികമായി ലഭ്യമായ കണക്ക്. 65 റേഞ്ചുകളിലായി കൃത്യമായി ഇതിന്റെ സംവിധാനം മനോഹരമായി നിർവഹിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ മൊത്തം 551 റേഞ്ചുകളുണ്ട്. ഈ റേഞ്ച് സംവിധാനം തന്നെ സാധാരണഗതിയിൽ ഒരു തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുടെ ബെനഫിറ്റിന് വേണ്ടി മാത്രം സംഘടിപ്പിക്കുന്നതാണ്. ഇത് മാത്രം വ്യത്യസ്തമാണ്. കാരണം മുഅല്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബെനഫിറ്റ് അല്ല നോക്കുന്നത്, അവരുടെ ജോലി എങ്ങനെ ഭംഗിയായി നിർവഹിക്കണം എന്നാണ് റേഞ്ച് ജമിയത്തുൽ ഉലമാന്റെ മുമ്പിലുള്ള പ്രധാന അജണ്ട. അല്ലാതെ ആനുകൂല്യം എങ്ങനെ നേടിയെടുക്കണം എന്നതല്ല. റേഞ്ച് ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന മാത്രം ഒരു സർവീസ് സംഘടന എന്ന രീതിയിൽ അവരുടെ ആനുകൂല്യത്തെക്കാളേറെ അവരുടെ ബാധ്യത എങ്ങനെ ഭംഗിയായി നിർവഹിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സംഘടനയാണ്. അവരുടെ ഏറ്റവും വലിയ മികവതാണ്. കേരളത്തിൽ അങ്ങനെയുള്ള സംഘടനകൾ അത്യപൂർവമായിരിക്കുമെന്ന് തന്നെ പറയാം. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന 6 മേഖലകളിലായി ഈ രീതിയിലുള്ള സിസ്റ്റമാറ്റിക് പ്രവർത്തനം നടത്തുന്നതിന്റെ ഫലമാണ് ഒരു വിളിയാളം ഉണ്ടായപ്പോൾ നിങ്ങളൊക്കെ ഈ പന്തൽ വന്ന് നിറച്ച് ഇരുന്നു കൊണ്ട് ഇത് കേൾക്കുന്നത്, നിങ്ങളൊക്കെ ഇതുപോലെ വന്നിരുന്നു കൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുമ്പോൾ കാര്യമുണ്ട് എന്നതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുട്ടികൾ
ബഹുഭൂരിപക്ഷവും 5ാം ക്ലാസ്സിന് മുകളിലേക്ക് അല്ലെങ്കിൽ 7ാം ക്ലാസ്സിന് മുകളിലേക്ക് പഠിക്കാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം സ്കൂളിൽ അവർക്ക് മാർക്ക് കുറഞ്ഞു പോകും എന്നൊരു മിഥ്യാധാരണയാണ്. എവിടെ ചെന്നാലും ശരി കുട്ടികളുടെ മനസ്സിലുള്ള ഒരു മിഥ്യാധാരണ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലേക്ക് പ്രിപ്പയർ ആവുകയാണ്. 10ാം ക്ലാസ് പരീക്ഷയിൽ കുട്ടിക്ക് A+ കിട്ടണം, ഫുൾ A+ കിട്ടണമെങ്കിൽ രണ്ടും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഒരു ചിന്ത കുട്ടിയുടെ മനസ്സിൽ എങ്ങനെയോ രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. രക്ഷിതാക്കൾ അതിന് അനുകൂലമായി പ്രതികരിക്കുന്നു. കുട്ടി സ്വാഭാവികമായും അങ്ങനെയേ പറയൂ. അത് രക്ഷിതാക്കൾ സമ്മതിച്ചു കൊടുക്കുമ്പോൾ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയും അതുപോലെയാകുന്നു. അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടാതിരുന്നാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് SSLCയുടെ ഫുൾ A+ന് വേണ്ടി കുട്ടി മദ്രസയിൽ 7ാം ക്ലാസ്സോടുകൂടി സർട്ടിഫിക്കറ്റ് വാങ്ങി പിൻവാങ്ങി മദ്രസയിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി പോവുകയാണ്. ഈ ഒരു അവസ്ഥ എന്തിന് എന്ന ചോദ്യം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്ക്. നിങ്ങൾ വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിൽ വന്ന് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ തീരാവുന്ന വിഷയമേ ഇതുള്ളൂ. കാരണം കേരളത്തിലെ മദ്രസകളിൽ പൊതുപരീക്ഷ നടക്കുമ്പോൾ ഇനി ഇപ്പോഴും പൊതുപരീക്ഷ വരുന്നുണ്ട്. ആ പൊതുപരീക്ഷ വരുമ്പോഴും റിസൾട്ട് വരുന്ന സമയത്ത് പരിശുദ്ധ റമദാനിൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ റിസൾട്ടിൽ മദ്രസയിൽ ടോപ്പ്+ കിട്ടിയ കുട്ടി, 10ാം ക്ലാസ്സിൽ ടോപ്പ്+ കിട്ടിയ കുട്ടികളെ നിങ്ങൾ വിലയിരുത്തും. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപത്തെ വർഷവും ഒക്കെ ക്രമപ്രകാരം നിങ്ങൾ ചേളാരി ഓഫീസിൽ ചെന്ന് ഈ ടോപ്പ്+ കിട്ടിയ കുട്ടികളുടെ ഒരു ലിസ്റ്റ് എടുക്കും. അവിടെ കൃത്യമായ അഡ്രസ്സ് അതിലുണ്ടാവും, റെസിഡൻഷ്യൽ അഡ്രസ്സ് ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും. അവരുടെ രക്ഷിതാക്കളോട് നേരിട്ട് വിളിച്ച് നിങ്ങൾ അന്വേഷിക്കും ഈ കുട്ടി സ്കൂളിലെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു. ഞാൻ പലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട്. പല അവാർഡ് ദാന ചടങ്ങിലും പങ്കെടുക്കുമ്പോൾ ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കളോട് ചോദിച്ചിട്ടുണ്ട്, അധ്യാപകരോട് ചോദിച്ചിട്ടുണ്ട്. അധ്യാപകർക്കും അതറിയാം. ഈ കുട്ടി മദ്രസയിൽ 10ാം ക്ലാസ്സിൽ ടോപ്പ്+ ഉണ്ടെങ്കിൽ ഉറപ്പാണ് ആ കുട്ടിക്ക് സ്കൂളിലും 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടാവും. നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ടാവും. എന്താ കാരണം? 2 രംഗത്തും ഈ കുട്ടിക്ക് പഠിക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ നിരന്തരമായ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. മദ്രസയിൽ പഠിച്ചു എന്നതുകൊണ്ട് ഈ കുട്ടിക്ക് സ്കൂളിൽ ഒരു മാർക്കും കുറയുന്നില്ല. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൊരു സിലബസേ നമ്മുടെ മുമ്പിലുള്ളൂ. സ്കൂളിലാണെങ്കിൽ മാക്സിമം വർക്കിംഗ് ഡേയ്സ് 200 ദിവസമേ വേണ്ടൂ. അതിൽ തന്നെ ഹോളിഡേയ്സ് ഒക്കെ കഴിച്ച് കുട്ടിക്ക് പരീക്ഷ കഴിഞ്ഞാൽ പാഠഭാഗം എടുക്കുന്ന ഒരു 150 ദിവസമേ ഉണ്ടാകൂ. 365 ദിവസത്തിൽ കുട്ടിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ മതഭൗതിക സമന്വയ പഠന കേന്ദ്രങ്ങളിൽ ഇതിനേക്കാൾ കട്ടിയുള്ള സിലബസ് കുട്ടികൾ രണ്ടും ചേർത്ത് പഠിച്ച് മിടുക്കന്മാരായി ഉയർന്നു വന്ന് നല്ല ഭാഷാജ്ഞാനവും അതുപോലെ തന്നെ മതബോധവും പ്രകടമാക്കിക്കൊണ്ട് സമൂഹത്തിൽ അവർ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഈ ഒരു ബോധം നമ്മുടെ കുട്ടികൾക്ക് നൽകാതിരുന്നാൽ റുട്ടീനായിട്ട് നമ്മൾ തുടർന്നു പോരുന്ന ഒരു വിദ്യാധാരണ ഉണ്ടല്ലോ, ആ ധാരണ തിരുത്താതിരുന്നാൽ ഇനിയും നമുക്ക് ഈ മദ്രസകൾ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലാകുന്നത്? ആരാന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതും മദ്യപാനികളും തമ്മാടികളും വട്ടിപ്പലിശക്കാരുമാകുന്നതും പ്രമാദമായ കേസുകൾ പിടിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിൽ ഉൾപ്പെടുന്നതും എന്തുകൊണ്ടാണ്? തികഞ്ഞ മതബോധത്തിന്റെ അഭാവമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പരാജയപ്പെടുകയാണ്. ഇവിടെ നമ്മൾ പരീക്ഷ എഴുതി ജയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ല മദ്രസ. ആ സർട്ടിഫിക്കറ്റ് അല്ല ഇതിൽ പ്രധാനം. കുട്ടിക്ക് കിട്ടിയ മാർക്ക് മാത്രമല്ല പ്രധാനം. ആ കുട്ടിയിൽ ധാർമ്മികത രൂപപ്പെടുത്തുക എന്ന ഒരു പ്രധാനപ്പെട്ട കടമ നിർവഹിക്കാനുണ്ട്. നമ്മുടെ കടമയിൽ പ്രധാനം അതാണ്. ഒരു മദ്രസയിൽ പഠിച്ച കുട്ടിയുടെ വ്യതിരിക്തമായ സ്വഭാവം സമൂഹം കാണണം, അവന്റെ വ്യക്തിത്വം സമൂഹം കാണണം, ആ ഒരു പേഴ്സണാലിറ്റി, അവന്റെ ക്രെഡിബിലിറ്റി. ഈ ക്രെഡിബിലിറ്റിയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ സമൂഹത്തിൽ കാഴ്ചവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നഷ്ടപ്പെട്ടാലെല്ലാം പോയി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 35 വയസ്സ് പ്രായമുള്ളൊരു സന്ദർഭം പരിശുദ്ധ കഅബാലയം പുതുക്കി പണിയുന്നു. ഖുറൈശികൾ തർക്കിക്കുന്നു. ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ദീർഘിപ്പിക്കേണ്ടതും ഇല്ല. അവർ പരസ്പരം കൊലയും നടത്തും. ഹജറുൽ അസ്വദ് എടുത്തു വെക്കാൻ അവർ തമ്മിലടിയ. ഈ പ്രശ്നം തീർക്കാൻ അവർ തന്നെ അവസാനം രൂക്ഷത കുറക്കുന്നതിന് വേണ്ടി ഒരു ഉപായം കണ്ടെത്തിക്കൊണ്ട് പറയുന്നു, പരിശുദ്ധമായ ഈ കഅബയുടെ സമീപത്തേക്ക് ഈ വാതിലിലൂടെ ആദ്യമായി കടന്നു വരുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തെ നമുക്ക് മധ്യസ്ഥനാക്കാം. അവർ തന്നെ എടുത്ത തീരുമാനം. അവരിങ്ങനെ പ്രതീക്ഷാ നിർഭരമായി ഇത് സംബന്ധിച്ച് കാത്തു നിൽക്കെ കടന്നു വരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകരെ വരുന്നത്. പ്രവാചകരിങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി ഒറ്റയടിക്ക് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ പറയുന്നത്? ഹാദൽ അമീനു റദീന, ഹാദൽ അമീനു റദീന. ഈ വിശ്വസ്തൻ നമുക്കൊക്കെ സംതൃപ്തനാണ്. അതെന്താ കാരണം? പരിശുദ്ധ പ്രവാചകരാണ് വരുന്നത്. അദ്ദേഹം ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചാൽ ഒരാൾക്കും അഭിപ്രായമില്ല. എന്തുകൊണ്ട്? അൽ അമീനാണ്, വിശ്വസ്തനാണ്, ക്രെഡിബിൾ ആണ്. ആ ക്രെഡിബിലിറ്റി നമ്മുടെ കുട്ടികൾ കാഴ്ചവെക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഒരു മുസ്ലിമായ മനുഷ്യന്റെ ക്രെഡിബിലിറ്റി. ഇത് കോഴിക്കോട് നഗരമാണ്. ഞാൻ സംസാരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ കോഴിക്കോട് നഗരത്തിലാണ്. ഇതിന്റെ വെളിപ്പാട് അകലെയാണ് ബഹുമാനപ്പെട്ട സാമൂതിരിപ്പാടിന്റെ ആസ്ഥാനം.
ജിഫ്രി തങ്ങൾ ഇവിടെ വന്നപ്പോ ബഹുമാനപ്പെട്ട സാമൂതിരിപ്പാട് ആദ്യമായി സയ്യിദ് ജിഫ്രി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനും പ്രഗത്ഭനായ പ്രബോധകനും കേരളത്തിൽ ആദ്യമായി കാലുകുത്തുമ്പോൾ ഈ കോഴിക്കോടിന്റെ ഖാദി മുഹീദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. ആ പണ്ഡിതൻ അദ്ദേഹത്തെ കൊണ്ടുപോയി സാമൂതിരിക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ സാമൂതിരിയോട് മുഹീദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം എന്ന കോഴിക്കോട്ടെ ഖാദി പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് ഞങ്ങളുടെ പ്രബോധകനാണ്, യമനിലെ തെരീമിൽ നിന്ന് വരികയാണ്, ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ അദ്ദേഹം അല്പകാലം ഇവിടെ ഉണ്ടാകും, ശേഷം യമനിലേക്ക് തിരിച്ചു പോകും. ഇവിടെ ഇരിക്കുന്ന സയ്യിദന്മാരുടെ തലവൻ. ഉടനെ തന്നെ സാമൂതിരിപ്പാട് വളരെ ഭവ്യതയോടുകൂടി ഭരണാധികാരി ചോദിച്ചൊരു ചോദ്യമുണ്ട്, തങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് നിർബന്ധമുണ്ടോ, എന്തുകൊണ്ട് ഇവിടെ താമസിച്ചുകൂടാ? അതൊരു ചോദ്യമാണ്, അതൊരു വല്ലാത്ത ചോദ്യമാണ്. എന്തേ ചോദിച്ചത്? മുസ്ലിങ്ങൾ അന്ന് ക്രെഡിബിളാണ്, അന്ന് ഇവിടെ മുസ്ലിങ്ങൾ അങ്ങനെയാണ്. സാമൂതിരിപ്പാട് അത് ചോദിച്ചപ്പോൾ ജിഫ്രി എന്ന് പറയുന്ന അന്നത്തെ മഹാപണ്ഡിതനായി തങ്ങൾ പറഞ്ഞു, എനിക്കിവിടെ താമസിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്കിവിടെ ഭൂമിയില്ല, എനിക്ക് അന്ത്യവിശ്രമം കൊള്ളാൻ 6 അടി മണ്ണ് നിങ്ങൾ എഴുതി തരുമോ, എങ്കിൽ ഞാനിവിടെ താമസിക്കാം, തിരിച്ചു പോയിക്കൊള്ളണമെന്നില്ല. അത് പറഞ്ഞ ഉടനെ സാമൂതിരിപ്പാട് അദ്ദേഹത്തിന് 6 അടി മണ്ണല്ല, ചോദിച്ചതിനേക്കാൾ കൂടുതലാണ് കൊടുത്തത്. കോഴിക്കോട് കുറ്റിച്ചിറ നഗരഹൃദയത്തിൽ കിടക്കുന്ന ജിഫ്രി ഹൗസ് സാമൂതിരിപ്പാട് എഴുതി കൊടുത്തതാണ്. കല്ലായിപ്പുഴക്കപ്പുറത്ത് ആനമാടെന്ന തെങ്ങിന്റെ തോപ്പ് അത് ജിഫ്രി തങ്ങൾക്ക് എഴുതി കൊടുത്താണ് സാമൂതിരി. സാമന്തന്മാർ ചോദിച്ചല്ലോ, എന്തിനാണ് നമ്മുടെ മതമല്ലാത്ത ഒരു മതം പ്രചരിപ്പിക്കാൻ വന്ന മനുഷ്യൻ ഇക്കണ്ട സൗകര്യമൊക്കെ അങ്ങ് വെച്ചു നീട്ടിയത്? എന്താ സാമൂതിരിപ്പാട് പറഞ്ഞത്? മുസ്ലിങ്ങൾ കളവ് പറയാത്തവരാണ്, മുസ്ലിങ്ങൾ വഞ്ചന നടത്താത്തവരാണ്, മുസ്ലിങ്ങൾ മദ്യപിക്കാത്തവരാണ്, നമ്മുടെ നാടിന്റെ കച്ചവടത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രം അവരാണ്, ഈ നാടിന്റെ കച്ചവടം വികസിപ്പിക്കുന്നവർ അവരാണ്. അതുകൊണ്ട് അവരുടെ നേതാവ് ഇവിടെ ഉണ്ടായാൽ വിശ്വസ്തമായൊരു സമൂഹവും ഉണ്ടാകും, ആളുകൾ കോഴിക്കോടിനെ തേടി വരും. അതാണ് അദ്ദേഹം പറഞ്ഞത്. KV കൃഷ്ണയ്യർ വരെ എഴുതി, അറബികൾ ചെയ്ത ഗുണത്തെക്കുറിച്ച് പറഞ്ഞു, ദ അറബ്സ് നോട്ട് ഓൺലി മെയ്ഡ് കാലിക്കറ്റ് ദ ഗ്രേറ്റസ്റ്റ് പോർട്ട് ഓഫ് ദി വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. അറബികൾ ഇന്ത്യയിലെ പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും നല്ല തുറമുഖമാക്കി കോഴിക്കോടിനെ മാറ്റിയെന്ന് മാത്രമല്ല, അവരെന്താ പിന്നെ ചെയ്തത്? ബട്ട് ആൾസോ അവർ ചെയ്തൊരു ഗുണമുണ്ട്. എന്താ? ദേ സ്പ്രെഡ് ദ നെയിം ആൻഡ് ഫെയിം ഓഫ് സമൂർ ഇൻ ടു യൂറോപ്പ്. സാമൂതിരിപ്പാടിന്റെ പേരും പ്രശസ്തിയും യൂറോപ്പിൽ വരെ എത്തിച്ചത് മുസ്ലിം അറബികളാണ്. അതിന് സഹായിച്ചത് ഇവിടുത്തെ കച്ചവടക്കാരായ ഇടയാളുകളായി നിന്ന മീഡിയേറ്റർമാരിൽ നിന്ന് മുസ്ലിങ്ങളാണ്. നമ്മളെക്കുറിച്ച് നല്ല വിശ്വാസം ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക്, നമ്മളെക്കുറിച്ച് നല്ല താല്പര്യമുണ്ടായിരുന്നവർക്ക്. നിങ്ങളൊരു കാര്യം ഓർക്കണം, അന്ന് സാമൂതിരിപ്പാട് പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിൽക്കണം തങ്ങളെ എന്ന. ഇന്ന് നമ്മുടെ പൗരത്വം പിൻവലിച്ച് പോകാൻ പറയുന്നവർ ആ സാമൂതിരിയുടെ പിന്മുറക്കാരിൽ വന്നതിൽ നമുക്കും എന്തോ കുറവ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തോ കുറവ് സംഭവിച്ചിട്ടുണ്ട്. മദ്യപാനികളില്ലാത്ത, വഞ്ചനക്കാരില്ലാത്ത ഒരു സമുദായം എന്ന് ലോകം മുദ്ര കുത്തിയിരുന്നൊരു സമൂഹത്തിൽ ഇന്ന് എല്ലാവരും ഉണ്ട്. അത് തിരുത്തണമെങ്കിൽ കൂട്ടായ്മ കൊണ്ട് കഴിയില്ല, മദ്രസ കൊണ്ടേ കഴിയൂ. ക്രെഡിബിളായ ഒരു സമൂഹത്തെ ഉണ്ടാക്കണമെങ്കിൽ മദ്രസ കൊണ്ടേ കഴിയൂ. അതിലുള്ള മദ്രസ എന്ന് പറയുന്നത് കേവലം ഒരു കച്ചവട സ്ഥാപനമോ അതല്ലെങ്കിൽ കേവലം ഒരു ആചാര സ്ഥാപനമോ അല്ല. മദ്രസ ഉദ്ദേശിക്കുന്ന കൃത്യമായ നയപരിപാടികൾ നടപ്പാക്കിയേ പറ്റൂ നമ്മുടെ ഉമ്മത്ത്. അത് നടപ്പാക്കുമ്പോഴേ സമൂഹത്തിന് മാറ്റമുണ്ടാകും. ഇപ്പം നിങ്ങൾ നോക്കി, നോർത്ത് ഇന്ത്യയിൽ 13 സംസ്ഥാനത്ത് നമ്മുടെ ഹുദവി എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ ഹാദിയ എന്ന് പറയുന്ന അവരുടെ ബിരുദം നേടിയ കുട്ടികളുടെ സംഘടന 13 സംസ്ഥാനത്ത് മദ്രസകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 506 മദ്രസകൾക്ക് സമസ്ത അംഗീകാരം കൊടുത്തു. അവർ മൊത്തം അവിടെ ധാരാളം മദ്രസകൾ ഇന്ന് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ആ മദ്രസകളിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകരെ ഉണ്ടാക്കി 3000-ഓളം അധ്യാപകരോടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇനി മറ്റൊരു കണക്കൂടി പരിശോധിച്ച് നോക്കുന്നത്, നോർത്ത് ഇന്ത്യയിൽ വരെ ഈ ധാർമ്മികത ഉണ്ടാക്കാൻ നമ്മുടെ കുട്ടികൾ പോയി അവിടെ മദ്രസ ഉണ്ടാക്കുക. 506 മദ്രസകൾക്ക് സമസ്ത അംഗീകാരം കൊടുത്തു. ഇനി ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കൂ നിങ്ങൾ. ഇപ്പൊ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പൊതുപരീക്ഷ ആരംഭിച്ച് ഈ പൊതുപരീക്ഷ വഴി നമ്മുടെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. നിങ്ങൾ ഈ കണക്ക്, ഞാൻ പറയുന്ന കണക്കൊന്ന് മനസ്സിൽ വെച്ച് തൂക്കി നോക്ക്. 5ാം ക്ലാസ് മദ്രസ പാസ്സായ മൊത്തം കുട്ടികൾ, വിദ്യാഭ്യാസ ബോർഡ് ഇക്കാലം അത്രയുമായി 5ാം ക്ലാസ്സിൽ പൊതുപരീക്ഷ നടത്തിയിട്ട് മൊത്തം സർട്ടിഫിക്കറ്റ് കൊടുത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തുമായി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 5ാം തരം പാസ്സായ കുട്ടികളുടെ എണ്ണം കൃത്യമായി കാണിക്കുന്നത് 39,29,199 ആണ്. ഒരു 40 ലക്ഷം കുട്ടികൾക്ക് 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് മനസ്സിലാക്കാം മൊത്തത്തിൽ. അതേ സ്ഥാനത്ത് നമ്മുടെ 7ാം ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് ഉണ്ടായത്? 20,32,310. 40 ഉള്ളത് 20ആയി, നേർപകുതി. 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടികൾ 20 ലക്ഷത്തിൽ കുറവാണ്, മറ്റേത് 40 ലക്ഷമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കൂ. 10ാം ക്ലാസ്സിൽ 5,01,298 കുട്ടികളെ ഉള്ളൂ.
+2 നേടിയ കുട്ടികൾ 49,901 ഉള്ളൂ. +2 വൈകി തുടങ്ങിയതാണ്, ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത് 7ാം ക്ലാസ്സും 5ാം ക്ലാസ്സും തമ്മിൽ പോലും ഈ ഒരു പകുതി വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലല്ലോ. എന്തുകൊണ്ട്? നമ്മൾ കൃത്യമായ കണക്ക് പഠിക്കണം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 15 വയസ്സ് 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഈ കുട്ടി ആകുന്നുള്ളൂ. ഖുർആൻ വരെ ശരിക്കും ഓതി പഠിക്കാൻ ഈ കുട്ടിക്ക് അപ്പോഴേ പറ്റുന്നുള്ളൂ. ഇത് പൊളിച്ചെഴുതാൻ നമുക്ക് കഴിയണ്ടേ? ഇതിനൊരു തിരുത്തൽ ചാർത്താൻ നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മദ്രസ നടത്തുന്നതിന്റെ അർത്ഥം എന്താണ്? കേവലം ഒരു ആചാരത്തിന് വേണ്ടി മദ്രസ നടത്തിയത് കൊണ്ട് എന്തു കിട്ടും നമുക്ക്? നോക്ക് നിങ്ങൾ. ഈ കുറവുകൾ കൃത്യമായി പരിഹരിക്കാൻ എന്തു ചെയ്യണം എന്ന് നിങ്ങളോട് ആലോചിക്കാനും ചിന്തിക്കാനും ചർച്ച ചെയ്യാനുമാണ് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ രൂപീകരിച്ചത്. നമ്മൾ വിചാരിച്ച മാറ്റം വരുത്താൻ പറ്റും. എത്രയോ സ്കൂളുകൾ നമ്മൾ നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നില്ലേ? ഡ്രോപ്പ് ഔട്ട് നിർത്തണം ആദ്യം. അതാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. നമ്മൾ വിജയത്തിന്റെ മാത്രം കഥ പറഞ്ഞാൽ പോരാ, നമ്മുടെ കുറവുകളുടെ കഥ കൃത്യമായി പരിശോധിക്കണം. അതോടൊപ്പം കുട്ടി മദ്രസയിൽ ജയിച്ചാൽ പോരാ. 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടി മദ്യപാനികളുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. അവന്റെ ഈ സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതി പാസ്സാകാനുള്ള ഒരു കുതന്ത്രമല്ലല്ലോ. എങ്ങനെയെങ്കിലും കുറെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് കുട്ടി പാസ്സായാൽ പോരല്ലോ. ആ കുട്ടിയിൽ ഈ മദ്രസ ക്ലാസ്സിൽ കൊടുത്ത ഉത്ബോധനം ആ കുട്ടിയുടെ കയ്യിൽ നിൽക്കണ്ടേ? അതില്ലെങ്കിൽ പിന്നെ എന്ത് അർത്ഥമാണുള്ളത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ മുഴുവൻ ചില്ലറക്കാരൊന്നുമല്ല. നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് വന്നതാ. നിങ്ങൾ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നവരാണ്. നിങ്ങൾക്ക് അള്ളാഹു വലിയ നിഅമത്ത് തന്നിട്ടുണ്ട്. ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്ത് അനുഭവിക്കുന്നവരാണ് ശരിക്കും നിങ്ങൾ. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന സമത്വ എന്ന മാർഗത്തിലൂടെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേരായ പന്ഥാവിലൂടെ ഒരു ഉമ്മത്തിനെ നയിക്കാൻ, അതും ചെറിയ കുട്ടികളെ, നിർമ്മലമായ മനസ്സുള്ള കുട്ടികളെ ശരിക്കും നല്ല രീതിയിൽ നയിക്കാനുള്ള ഒരു വലിയ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരായി മാറാൻ പടച്ചറബ് നിങ്ങളെ തെരഞ്ഞെടുത്തല്ലോ. നിങ്ങളാണ് മുഅല്ലിങ്ങളെ നിയമിക്കുന്നവർ, നിങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നവർ, നിങ്ങളാണ് അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ. അപ്പോൾ ദീൻ നടത്താൻ അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ സ്ഥാനത്ത് നിങ്ങൾ വന്നത് പടച്ചറബ് നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മിൻ അഅ്ലമി അലാമാത്തി തൗഫീഖ് എന്നാണ് അതിനെക്കുറിച്ച് ഹദീസിൽ പറഞ്ഞത്. അള്ളാഹു നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ തൗഫീഖ് എന്താണ്? തൗഫീഖ് അയ്യജ്അലല്ലാഹുൽ ഇൻസാന ദലീലൻ ലിൽ ഖൈർ. ഖൈറായ ഒരു സംഗതിയുടെ സൂചകമാക്കി പടച്ചറബ് നിങ്ങളെ നിർത്തി. എത്രയോ ആളുകൾ നിങ്ങളുടെ നാട്ടിലില്ലേ? ഈ വിശാലമായ നമ്മുടെ സംസ്ഥാനത്ത് എത്രയോ ആളുകളില്ലേ മുസ്ലിങ്ങൾ? എന്നാൽ നിങ്ങളാണ് ഇത് ഏറ്റെടുത്തതും നിങ്ങൾ അതിൻ്റെ തലപ്പത്ത് വന്നതും. നിങ്ങൾ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നു, അധ്വാനിക്കുന്നു, ബുദ്ധി ഉപയോഗിക്കുന്നു. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. ആദ്യം ആ നിഅമത്ത് തിരിച്ചറിയണം. അതാ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം രണ്ടാമത് തിരിച്ചറിയേണ്ടത് ഇന്നല്ലാഹ സാഇലു കുല്ലി റാഇൻ അമ്മസ്തർആഹു. ഈ ഡ്യൂട്ടി നിങ്ങൾ ഏറ്റെടുത്തില്ലേ? ഇനി നാളെ പടച്ചറബ് നിങ്ങളോട് ഓരോ കാര്യത്തെക്കുറിച്ചും ക്രമപ്രകാരം ചോദ്യം ചെയ്യുമെന്ന് കൂടി തിരിച്ചറിയണം. ഉത്തരവാദിത്ത ബോധത്തോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്ത നിർവഹണത്തിലെ വീഴ്ചയുടെ ഗൗരവം പഠിക്കണം. ഒരൊറ്റ ഹദീത്ത്, ആ ഒരു ഹദീത്ത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. അള്ളാഹുവിന്റെ പുണ്യത്തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നു. എന്താ പറയുന്നത്? നമ്മൾ ഉത്തരവാദിപ്പെട്ട സ്ഥാനത്ത് വന്നു. നമ്മുടെ സെക്രട്ടറിയായി, പ്രസിഡന്റായി, ജോയിന്റ് സെക്രട്ടറിയായി, മാനേജ്മെന്റ് ഭാരവാഹിയായി നമ്മളൊരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരുന്നു. അള്ളാഹു നമ്മളോട് പറയുന്നു, മാ മിൻ ഖൗമിൻ യസ്തറഈഹില്ലാഹു റഅയതൻ ഫലം യഹ്തഹാ ബിനസീഹത്തിൻ ഇല്ലാ ലം യജ്ദ റായിഹത്തൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് പറഞ്ഞ വാക്ക്? അതിന്റെ പച്ച മലയാളം പറഞ്ഞാൽ, നമ്മൾ ഉത്തരവാദപ്പെട്ട ദീനിന്റെ ഒരു സ്ഥാനം ഏറ്റെടുത്തു. പക്ഷേ ആ ഏറ്റെടുത്ത സ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഗുണവും നമ്മൾ ചെയ്തില്ല, ഒരു പ്രയോജനവും നമ്മൾ ചെയ്തില്ല. നമ്മൾ ആ സ്ഥാനത്ത് ഇങ്ങനെ ഇരുന്ന് അലങ്കാര വസ്തുവാക്കി സ്ഥാനത്ത് വെച്ചു. നമ്മളെ കൊണ്ടൊരു ഗുണവും ആ പീരീഡിൽ കിട്ടിയില്ല. നമ്മൾ ആ സ്ഥാനത്ത് ഇരുന്നിട്ട് മദ്രസ സെക്രട്ടറി, പ്രസിഡന്റ്, അല്ലെങ്കിൽ ഭാരവാഹി, അല്ലെങ്കിൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാരവാഹി ഒരു ഗുണവും ചെയ്തില്ല. ഒരു ഗുണകരമായ വലം യഹ്തഹാ ബിനസീഹ, ഒരു നസീഹത്തും അയാളെ കൊണ്ടുണ്ടായാൽ ഒരു ഗുണകരമായ പ്രവർത്തനം അയാൾ ചെയ്തില്ല. സ്വർഗത്തിന്റെ വാസന അള്ളാഹു അദ്ദേഹത്തിന് നിഷേധിക്കും. അത്രയും പടച്ചറപ്പ് അയാളെ അകറ്റി നിർത്തുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ പറയാൻ. അതാണ് റസൂൽ ഗൗരവത്തോടെ പറഞ്ഞത്. ഗൗരവത്തോടെ പറഞ്ഞതിന് സലാത്തില്ലാതിരുന്നിട്ട് കാര്യമില്ല. ഹദീസ് അങ്ങനെ തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ ദേഷ്യം പിടിച്ച് പറഞ്ഞ പിന്നെ സലാത്തില്ലാണ്ടെന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഗൗരവമുള്ള വിഷയമല്ലേ?
നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വാസന കിട്ടൂല. നേരെ മറിച്ചോ ഈ പദവിയിലേക്ക് നിങ്ങളെ എത്തിച്ചത് അള്ളാഹു ചെയ്ത നിഅമത്ത. നിഅമത്തിന് ശുക്ർ ചെയ്യണം. നമുക്കൊക്കെ ഒരു കഴിവുണ്ട്. നിങ്ങളൊക്കെ ഈ സ്ഥാനത്ത് പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയത് നിങ്ങളെ എന്തെങ്കിലും പറ്റുമെന്ന് കരുതിയതുകൊണ്ടാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി അതിന് ഉപകരിക്കുമെന്ന് കരുതിയതുകൊണ്ട്. ചിലപ്പോൾ വേറെ ആളില്ലാത്തതുകൊണ്ടാവൂല. നാട്ടിൽ നിങ്ങൾ അതിനെ കൊള്ളും, അയാൾ തരക്കേടില്ല എന്ന ഒരു തോന്നൽ ജനങ്ങൾക്കുണ്ടായത് നിങ്ങൾ പ്രവർത്തനക്ഷമത കാണിച്ചതുകൊണ്ടാണ്. ഒരു കാര്യം കൂടി മനസ്സിലായിക്കോളൂ, ഈ പ്രവർത്തനക്ഷമത പടച്ചറപ്പ് തന്നതാ. അതൊരു നിമിഷം കൊണ്ട് ഫ്യൂസ് ഊരാൻ പടച്ചറപ്പിന് കഴിയും. എങ്ങനെ ഫ്യൂസ് ഊരിപ്പോവും? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മാ അളമത്ത് നിഅമത്തുല്ലാഹി തആല അലാ അബ്ദിൻ ഇല്ലാ കസറത ഹവായിജുൻ നാസി ഇലൈഹി. എന്താണ് പറഞ്ഞ വാക്ക്? അള്ളാഹു ഒരു മനുഷ്യന് ചില നിഅമത്ത് കൊടുക്കുമ്പോൾ ജനങ്ങളൊക്കെ അയാളെ ആശ്രയിക്കാൻ വരും. ജനങ്ങളൊക്കെ അയാളെ ആശ്രയം, അയാൾ തരക്കേടില്ല, അയാൾ കൊള്ളാം, അയാളെ പിന്നാലെ ജനം കൂടും, അയാളെ മുന്നോട്ട് വെക്കും. നിങ്ങളെ പിന്നിൽ ആളുണ്ടാകും, നിങ്ങൾ പറഞ്ഞാൽ ആള് കേൾക്കും, നിങ്ങളതിന് പറ്റുമെന്ന് ആളുകൾക്ക് തോന്നും. ഇല്ലാ കസറത ഹവായിജുൻ നാസി ഇലൈഹി. ആ മനുഷ്യനിലേക്ക് ജനങ്ങളുടെ ആവശ്യം വർദ്ധിക്കും. അയാൾ തരക്കേടില്ല, നമുക്ക് അയാളെ പ്രസിഡന്റ് ആക്കാം, അല്ലെങ്കിൽ അയാളെ സെക്രട്ടറി ആക്കാം, അല്ലെങ്കിൽ അയാളെ ഈ സ്ഥാനത്ത് കൊണ്ടുവരാം. ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ജനവിശ്വാസം ഉണ്ടാകുന്നത് കൊണ്ട് ആളുകൾ അയാളെ തലപ്പത്ത് കൊണ്ടുവരും. ഈ വേദിയിലിരിക്കുന്ന പലരും അങ്ങനെ വന്നതാ, വലിഞ്ഞു കയറി വന്നതല്ല. ഇവരിൽ പലരും അങ്ങനെ കയറി വന്നതാ, ജനം കൊടുത്ത സ്ഥാനമാണത്. അത് അള്ളാഹു ജനങ്ങളെ മനസ്സിൽ ഇട്ട് കൊടുക്കുകയാണ്. അതെന്തുകൊണ്ട് ഇട്ട് കൊടുത്തു? നിങ്ങളിൽ ചില കഴിവുണ്ട്, നിങ്ങളിൽ ചില കഴിവുണ്ട്. മാ അളമത്ത് നിഅമത്തുല്ലാഹി തആല അലാ അബ്ദിൻ. അള്ളാഹ് കൊടുത്ത നിഅമത്ത് ഇങ്ങനെ അവരുടെ മുമ്പിൽ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു നിങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിപ്പിക്കും. എന്നിട്ട് പറയുന്നു, ഫമൻ തഹാവന ബിഹിം. നിങ്ങളത് മൈൻഡ് ചെയ്യാതിരുന്നാൽ, എന്നെ കൊണ്ട് ചിലത് ചെയ്യാൻ കഴിയുമെന്നത് കൊണ്ടാണ് എന്നെ ഇവിടെ പിടിച്ചിരുത്തിയത് എന്ന തോന്നൽ നിങ്ങൾക്ക് ഇല്ലാതെ പോയാൽ, നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ അശ്രദ്ധരായാൽ, അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നു, അർറദ തിൽക്കൻ നിഅമത്തുൽ സവാൽ. നിങ്ങൾ ആ നിഅമത്ത് അള്ളാഹു പിൻവലിക്കാനായി അത് പിൻവലിച്ചു പോവും, അത് ഫ്യൂസ് ഊരിപ്പോവും. അള്ളാഹു വേറെ ആളെ കൊണ്ടുവരും, നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാവും. നിങ്ങളെ പിന്നെ ദീനിന് വേണ്ടാത്തൊരവസ്ഥയിലേക്ക് പടച്ചറപ്പ് ഒതുക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ